ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മുതലാ സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് എന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണതെന്ന് അറിയോ? നല്ല അടിപൊളി ഒരു കടച്ചക്ക വെച്ചിട്ട് മസാലക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കണത്. ഈ മസാലക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി വെക്കില്ലേ, ചിക്കൻ കറി വെക്കണേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഈ കടച്ചക്ക കൊണ്ട് മസാലക്കറി വെച്ചാൽ. പിന്നെ ഈ മസാലക്കറി നമുക്കുണ്ടല്ലോ ചോറിൻ്റെ ഒപ്പം ഉപയോഗിക്കാം, അതേപോലെ ചപ്പാത്തിക്ക്, പത്തിരിക്ക്, അങ്ങനെ എല്ലാ ദോശയ്ക്ക് എല്ലാറ്റിനും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റണത് പറഞ്ഞിട്ട് ഈ ഒരു മസാലക്കറി. അപ്പൊ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് അതിലേക്ക് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. കടച്ചക്ക മസാലക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങള്, കടച്ചക്ക ഞാനിത് അവിടെ ഈ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത്, ഞാനൊരു സവാള ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ഇഞ്ചി ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വറവിടാനായിട്ടാണ് കേട്ടോ ഈ ചെറിയ ഉള്ളി വെച്ചിരിക്കുന്നത്. അപ്പൊ ചെറിയ ഉള്ളി ഞാൻ സവാളയും വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി നമുക്ക് വറവിടാനായിട്ടാണ്. അതല്ല, ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇതിൽ ഇങ്ങനെ ഇടും ചെയ്യാട്ടോ. ഞാനിവിടെ സവാളയാണ് എടുക്കണത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ നമുക്ക് അരയ്ക്കാനായിട്ട് ഞാനൊരു നല്ലോണം ഒരു ടേബിൾ സ്പൂൺ നല്ലോണം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ തന്നെ ഞാൻ ഇതേപോലെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ. അതിൻ്റെ നല്ലോണം എരിവുള്ള മുളക് പൊടിയാണ് കാരണം ഞാനൊരു സ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ ഒന്നുമില്ല, ഒരു ടീസ്പൂണിൽ കുറച്ച് ഇതായിട്ട് അത്ര പാകമായിട്ട് എടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങളുടെ അനുസരിച്ച് എടുത്തോളോട്ടാ. പിന്നെ ഇത് ഗരം മസാലയുടെ പൊടി ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ വറുത്ത നാളികേരാണ് ഇത് കേട്ടാ. ഇത് ഞാൻ വറുത്ത് വെച്ചതാണ്. ഞാൻ ഒന്നിച്ചിട്ട് വറുത്ത് വെക്കുക ചെയ്യാറ്. എന്താ വെച്ചാൽ ഇവിടെ കൊട്ടത്തേക്ക നന്നായിട്ടുണ്ടാവും. അപ്പോൾ കൊട്ടത്തേക്ക പിന്നെ നമുക്കൊന്നും ആക്കാൻ പറ്റില്ല, പിന്നെ വെളിച്ചെണ്ണ ആക്കാൻ പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ കൊട്ടത്തേങ്ങയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നുറുക്കിയിട്ട് അതങ്ങോട്ട് ക്രഷ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ വറുത്തിട്ട് ഡപ്പിയിലാക്കി വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതാണ് ഇത് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് വറുത്തതാണ് കേട്ടോ. പിന്നെ ഇത് വറക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്, ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മസാലക്കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇനി നമുക്ക് എന്നാലും ഈ കടച്ചക്കയൊക്കെ നുറുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെയാണ് ഞാൻ നുറുക്കിയെടുക്കണത്. കാണിച്ചു തരാം. ഇങ്ങനെ തോല് ചെത്തിയതിന് ശേഷം ഇതൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടാ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു കഷ്ണം ഇവിടെ വെച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു മൂക്കുണ്ട്, ആ മൂക്ക് അങ്ങോട്ട് മുറിച്ച് കളയണം. അതിന്റെ ശേഷം നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചത്. ഞാനിവിടെ ഈ കടച്ചക്ക നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചതാണ്. അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ മല്ലിപ്പൊടി ഉണ്ടല്ലോ, ഈ മല്ലിപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പം അത് കാരണം ഞാൻ നേരിട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാലയും പൊടികളെല്ലാതും ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം നമുക്ക് കണ്ടില്ലേ, ഈ സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ആ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇഞ്ചി, ഇതെല്ലാതും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതങ്ങോട്ട് അടച്ചിട്ട് ഒരു വിസില് മതിയിട്ടാ. ഒരു വിസില് വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നാൽ പാകമായി. പക്ഷെ കടച്ചക്കയ്ക്ക് അധികം വേവില്ലല്ലോ. നന്നായിട്ടൊരു വിസിൽ കൊണ്ട് വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നാൽ നമുക്ക് തുറന്നാൽ പാകം ആയി. അപ്പം നമുക്കിനി ഇത് ഒരു വിസിലടുപ്പിച്ച് കൊണ്ടുവരാം. ഞാനിവിടെ കുക്കർ ഇവിടെ
ഈ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ നമ്മൾ ഈ വെളുത്തുള്ളി ഒന്നും ഇങ്ങോട്ട് ഇതാക്കി എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഈ വെളുത്തുള്ളി ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം, നമുക്ക് ഒന്നും കൂടെ ചൂടാക്കി എടുക്കാം. അപ്പൊ അതിൻ്റെ ഒപ്പം നമുക്ക് അപ്പൊ ഈ നമ്മൾ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതാണെന്നാലും നമുക്കൊന്നും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കണ്ടോ, വെളുത്തുള്ളി ഇപ്പം അത്യാവശ്യത്തിനൊന്നും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാങ്ങാറാവണ സമയത്ത് ഈ പെരിഞ്ജീരകം കൂടി അത് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതാവുമ്പോഴേക്കും ഇത് അരച്ച് കൊണ്ടുവരാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കുക. കണ്ടില്ലേ, നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്യാസ് കത്തിച്ചതിന്റെ ശേഷം ഈ നമ്മൾ നാളികേരം വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് അരച്ചെടുത്തിട്ടില്ല, അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. നമുക്കിനി നാളികേരം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നന്നായി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കണ്ടുക. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നമ്മുടെ വീട്ടിലെ കറിവേപ്പിൻ്റെ ഇല തന്നെ പൊട്ടിച്ചിട്ട് കഴുകിയിട്ട് പാത്രത്തിലാക്കി വെക്കണതാണ്. കറിവേപ്പിൻ്റെ ഇല നല്ലോണം വേണം, എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിത് വാങ്ങിയിട്ട് ഇവിടെ വെക്കട്ടെ. എന്നിട്ട് നമുക്ക് വറവിടാനായിട്ട് ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. ഞാൻ ആ നാളികേരം വറുത്തിട്ടുള്ള ചീനച്ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളി വട്ടത്തിൽ നോക്കി വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുക. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ്. ഇതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ മൂത്ത് വരട്ടെ. നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് എടുത്ത് ഒഴിക്കാം. ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടച്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഇത് നമുക്ക് ചപ്പാത്തിക്ക്, പൂരിക്ക്, അതേപോലെ ദോശയ്ക്ക്, ചോറിന് എല്ലാത്തിൻ്റെ ഒപ്പം നമുക്ക് ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.